നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ആണ്. ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു ഐറ്റംസാണ് കാണിക്കുന്നത്. ഇതിനകത്ത് റീസ്റ്റോക്കും ഉണ്ട്, ന്യൂ സ്റ്റോക്കും ഉണ്ട്. റീസ്റ്റോക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടാത്തവർക്ക് ഈ പ്രാവശ്യം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ന്യൂ സ്റ്റോക്ക് ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക. ഇത് നമ്മൾ വള, മാല, കമ്മൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് ചൈന ഇമ്പോർട്ടഡ് ആണ്. ഇതിന് നമ്മൾ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഞാനൊക്കെ ഇത് യൂസ് ചെയ്ത് നോക്കിയത് അത്രയേ ഉള്ളൂ. അതിനകത്ത് അത് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളൂ. എനിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ കഥകളൊക്കെ നേരത്തെ ഡ്രസ്സ് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു. അതുകൊണ്ട് ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതിന് നമ്മൾ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനത്തെ ഒരു സാധനം കൊടുക്കുന്നില്ല. ഇത് നമ്മൾ വീട്ടിൽ ഇട്ടുകൊണ്ട് നടക്കാതെ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ മാസങ്ങളോളം കിടക്കുന്നുണ്ട് ഇത്. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. നമ്മളുടെ യൂസ് പോലെ ഇരിക്കും. ഇത് ഉപയോഗിക്കുന്നതും അങ്ങനെ തന്നെ വേണം. നമ്മൾ ഇത് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നും എടുക്കത്തില്ല. ഇതാണ് ആദ്യത്തെ. ഇത് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇത് കാണുന്നവർക്കറിയാം. ഇത് എനിക്ക് ഒത്തിരി പേര് ഉണ്ടല്ലോ എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ വള കിട്ടിക്കഴിഞ്ഞാൽ അവർ കയ്യിലിട്ടിട്ട് ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. പക്ഷെ പലരും അത് ഇട്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇത് ശരിക്കും റിസ്റ്റല്ല ഇടേണ്ടത്. ഇവിടെ കറക്റ്റ് ഇവിടാണ് ഇത് ഇടേണ്ടത്. ഇതിൻ്റെ അങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈൽ. അതാണ് ഇവിടേക്ക് കയറ്റിയിടുന്നൊരു സാധനമല്ല അത്. അതിൻ്റെ വണ്ണവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഇടാൻ നോക്കിയാൽ നിങ്ങൾക്ക് വണ്ണം എത്തത്തില്ല എന്ന് തോന്നും. പക്ഷെ ഇവിടെയാണ് അത് കറക്റ്റ് ഇടേണ്ടത്. ഇതിപ്പം എല്ലാം ഏകദേശം ഒരു ഇതാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഒത്തിരി വണ്ണമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വന്നിരിക്കുമായിരിക്കാം. ഇത് എൻ്റെയൊക്കെ ഇതുണ്ട്, ഇങ്ങനെ പാകമായിട്ട് കിടക്കും. ഇതാണ് ആദ്യത്തെ ഒരു വള. ഇനി അടുത്ത വള കാണിക്കുക. ഇത് കുറച്ചെണ്ണം നിങ്ങൾ കാണുമ്പോൾ ഓർക്കും കഴിഞ്ഞ ദിവസം കാണിച്ചതാണല്ലോ എന്ന് ഓർക്കും. അത് റിപ്പീറ്റ് ആയിട്ടുമുണ്ട്. മിക്സഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. പഴയതും പണ്ട് നേരത്തെ അടുത്ത വള ഇതാണ്. ഇതിന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗ്യാരണ്ടിയോ വാറണ്ടിയോ റിട്ടേണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോൾ വൈറ്റ് ഗോൾഡും കൂടെയുള്ള നമ്മുടെ മിക്സ് ആയിട്ടുള്ള വളയില്ലേ, നേരത്തെ എൻ്റെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നു. ഈ സ്വർണ്ണ വളയൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്ന. ഇത് സ്വർണ്ണമല്ല, ഇങ്ങനത്തെ വള. ഇതുണ്ട്. ഇതിനൊരു എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വേണമെങ്കിൽ എടുത്തു കളയാം, വേണമെങ്കിൽ ഇടാം. ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് ഇത്രയും വലുതായിട്ട് വരും. വണ്ണം കുറവാണെങ്കിൽ ഇതാവും. എന്നും കൊണ്ട് ഒരു ആകെ ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ സൈസേ ഉള്ളൂ. ഇതിന് വണ്ണം കൂടിയതോ വണ്ണം കുറഞ്ഞതോ ഒന്നൊന്നുമില്ല. നിങ്ങളുടെ ഒരു കയ്യിലെ ഒരു വണ്ണം വെച്ചിട്ട് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതേ ഇത്രയും വരെ വണ്ണമാകും. വണ്ണം കുറവുള്ളവർക്ക് ഇത് ഇങ്ങോട്ട് അടുപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ കുഞ്ഞിലെ പിള്ളേരുടെയൊക്കെ കാത്തളയൊക്കെ ഇടുകയല്ലേ, കാലയിൽ കാത്തള എന്ന് പറയുന്നതെന്ന് വെച്ചാൽ കാലയിലിടുന്ന തള, അതുപോലെ ഉള്ള ഒരു സംഭവം. അടുത്ത വള ഇതാണ്. സിൽവർ ആയിട്ടിരിക്കുക. സിൽവർ എന്ന് പറഞ്ഞാൽ സിൽവർ കളറ്. ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കയ്യൊക്കെ കയറ്റിയത്. ഞാൻ ഓരോന്നും കാണിക്കുന്നതിൽ എനിക്ക് കൈ വേദന എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കാണിക്കാത്തത്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത വള ഇതാണ്. ഇനി ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു സാധനത്തിലുള്ള ഒരു വ്യത്യാസം മാത്രം. ഇത് റൗണ്ടിൽ വരും, ഇത് ഇങ്ങനെ വരും. നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ റൗണ്ടാണ് വേണ്ടതെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഓപ്ഷൻ എടുക്കുക. ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയെങ്കിൽ, കാരണം ഇത് തന്നെ റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് അത്രയും ഉറപ്പ് ഇത് തന്നെ വരുമോയെന്ന് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ഇനി ഈ ഒരു വള, ഇത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വളയാണ്. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടോ, ഒരു ഓവൽ ഷേപ്പാണ്. നമ്മുടെ ശരിക്കും കൈയുടെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവൽ നമ്മുടെ കൈ ഉരുണ്ടല്ലല്ലോ, വട്ടത്തിലല്ലോ, പുട്ടുകുറ്റി പോലെ ഉരുണ്ടല്ലല്ലോ ഇരിക്കുന്നത്. പക്ഷെ വളകളെല്ലാം നമ്മൾ ഇടുമ്പോൾ വള അങ്ങനെ അതേ വട്ടത്തിലല്ലേ. അപ്പം നമ്മുടെ വള പൊങ്ങി. ഇതങ്ങനല്ല, കൈയോട് ചേർന്ന് കിടക്കും. അങ്ങനത്തെ ഒരു വളയാണ് ഇത്. ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഏതാ ഓപ്പണിങ്, ഈ വള ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വാങ്ങിക്കും. ഇതുകൊണ്ട് ഇത്തേ കൂടെ അവിടെ ഇവിടെ ഒരു കുഞ്ഞു സ്റ്റോണ് പോലുണ്ട്. ഇതിപ്പം ശരിക്കും കോപ്പർ അല്ല, ഒരു രീതിക്കുള്ള ഒരിതാണ്, മെറ്റലാണ്. ഇത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ വരും. നിങ്ങൾ ഇത് വാങ്ങിച്ച് കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു സാധനം എവിടെയാണെന്ന് തപ്പുക. ഇതിൻ്റെ ജോയിൻ്റ് എവിടെയാണെന്ന് തപ്പുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ഇവിടെയാണ്. ജോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ തെന്നിച്ചേർക്കുക ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ കയറി അങ്ങിരുന്നു. ഇതിങ്ങനെ അമക്കി ഇടത്തോട്ടും വലത്തോട്ടും തെന്നിച്ചെടുക്കുകയാണ് ഇത് ചെയ്യേണ്ടത്. കണ്ടോ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യണം. പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇത് കംപ്ലൈൻറ്റ് പറയരുത്. ഇത് വെച്ച് ചിലർ ആവേശം മൂത്ത് ബലം കൊടുത്തങ്ങോട്ട് തെറ്റിക്കരുത്. നമ്മളൊരു
ഒരു കോമൺ സെൻസ് വെച്ച് അങ്ങ് ചെയ്യും. ഞാൻ എല്ലാം കോമൺ സെൻസ് എന്നാണ് പറയുന്നത് അല്ലേ. ഇതുണ്ടോ, എന്നിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് തെന്നിച്ച് എനിക്കൊന്നാമത് ഈ കൈപ്പാങ്ങ് ഭയങ്കര കുറവ്. വേറൊരാളെ കൊണ്ട് ഇടിപ്പിച്ചാലും മതി. ഇങ്ങനെ അങ്ങോട്ട് തെന്നിച്ച് ഉണ്ടോ, അത്രേ ഉള്ളൂ. ഇവിടാണ് ഇത് കിടക്കേണ്ടത് കേട്ടോ. ഇത് വളയുടെ ഷേപ്പും കൈയുടെ ഷേപ്പും ഒരുപോലെ ഇതുണ്ട്, പറ്റിച്ചേർന്ന് കയ്യെ കിടക്കുന്ന വളയാണ് ഇത്. അത് ഊരാൻ നേരത്ത് നിങ്ങളിങ്ങനെ തെന്നിച്ച് കൊടുക്കുക. എനിക്ക് കൈപ്പാങ്ങില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരാത്തത്. അതുകൊണ്ടോ ഇങ്ങനെ തെന്നിച്ചിട്ട് വീണ്ടും കയറ്റുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കുക, അത്രേ ഉള്ളൂ. ഈ സാധനം വന്നേക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് ഉള്ളത് മനസ്സിലാക്കുക. നല്ല ഭംഗിയാണ് ഈ വള. പിന്നെ ഭംഗിയുള്ള സാധനം ഇടുമ്പോൾ നമ്മൾ അത്രയും ഇതാക്കണം. അതിൻ്റെ തന്നെ വേറൊരു വളയാണ് ഇത്. ഇതിപ്പം സിൽവറിൽ നിറച്ചും സ്റ്റോൺ ചെയ്തിട്ടുള്ള നല്ലൊരു വള. അതും ഇത് കണ്ടോ, ഇവിടെയാണ് ഓപ്പണിങ്. ഇങ്ങനെ തെന്നിക്കുക, ഇതിൻ്റെ ജോയിൻ്റ് ഇവിടെയാണ് കേട്ടോ. ഇങ്ങനെ തെന്നിക്കുക, അത്രേ ഉള്ളൂ. അടുത്ത വള ഇതിൻ്റെ എങ്ങനെയാണ് ഇവിടെ അല്ലേ, ഇത് നമ്പർ ഇത് ഈത്ത കിടക്കുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു, ഇത് കണ്ടോ, ഇത് 2 ഗ്യാപ്പാണ്. ഇതിനകത്ത് നിങ്ങൾ ഓർക്ക് ഇതിനകത്ത് സ്റ്റോൺ ഉണ്ടായിരുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും കിട്ടുമ്പം. ഇല്ല, അങ്ങനെ സ്റ്റോൺ ഇല്ല. സെൻറ്ററിൽ മാത്രം ഒരു സ്റ്റോണ്. ഇവിടെ ഈ 2 സൈഡിലും കുഞ്ഞി സ്റ്റോൺസ് ഉണ്ട്. സിൽവറാണ്. ഇതും മുമ്പേ കാണിച്ച വള പോലെ തന്നെ. ഇത് കണ്ടോ, ഒരു വശം ജോയിൻ്റ്. നിങ്ങൾ ആ ജോയിൻ്റ് ഉള്ള വശത്തെ പിടിച്ച് ബലത്തിൽ തിരിച്ചിട്ട് ഓപ്പൺ ആക്കാൻ ശ്രമിക്കരുത്. അത് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അടുത്തത് ഇത് ചുമ്മാ ഇങ്ങനെ കയറ്റിയിടുന്ന വള. ഇത് പിന്നെ ഇത് കണ്ടോ, ഒരു എന്താ പറയുന്ന എന്തോ ഒരു വാടാമുല്ല കളറുള്ള ഒരു സ്റ്റോണാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇവിടേക്ക് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ഇങ്ങനെ കൊണ്ടുവന്നിടണമെങ്കിൽ അങ്ങനെ ഇടാം. കൈയുടെ വണ്ണം വരുമ്പോഴേ അങ്ങനെ കിട്ടുകയുള്ളൂ. എൻ്റെ കൈക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഇതിങ്ങനെ ഫ്രണ്ടും ബാക്കും മാറിപ്പോരുത്, ഇങ്ങനെ ഇടുക, അത്രയേ ഉള്ളൂ. ചുമ്മാ സിമ്പിൾ വള. നമ്മുടെ ക്യാഷ്വൽ ഡ്രസ്സസിനൊക്കെ മാച്ചാകുന്ന വളയാണ്. അന്നാ ഫംഗ്ഷനും ഇടാൻ പറ്റുന്ന ടൈപ്പ് വളയുണ്ട്. ഇതൊക്കെ ഫംഗ്ഷനൊക്കെ ഇടാം. അതായത് ഒത്തിരി ആഭരണങ്ങൾ ഇടണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പറ്റും. ഇത് കണ്ടോ, ഇതൊക്കെ ഈസിയാണ്, ഒരുപാടുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. എനിക്ക് ഈ വളയൊക്കെ എന്നാ ഇതുണ്ടല്ലോ, റോസ് ഗോൾഡാണേ. മീൻസ് റോസ് ഗോൾഡിൻ്റെ മെറ്റലായിട്ട് തോന്നി. റോസ് ഗോൾഡിൻ്റെ വള ആഭരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുമല്ലോ, അതിൻ്റെ ഒരു ഇതാണ് ഈ കളറ്. കോപ്പർ എന്നാണ് പറയുന്നത്. പക്ഷേ റോസ് ഗോൾഡ് സ്വർണ്ണത്തേൽ വരുമ്പോൾ നമ്മൾ റോസ് ഗോൾഡ് എടുക്കുമ്പോൾ ഇടുന്ന പോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് വളയാണ്, നല്ല ഭംഗിയുള്ള വളയാണ്. നമുക്ക് കാഷ്വലായിട്ടോ ഫോർമലായിട്ടോ ഒക്കെ ഇടാം. ഓഫീസ് വെയർ ആയിട്ട് ഇടാം, ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. എടുക്കണം. അടുത്ത വള ഇതും റോസ് ഗോൾഡാണ്. ഇത് എൻ്റെ കയ്യെ കണ്ടോ, ഇച്ചിരി വലുതല്ലേ, അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിടാം. വലുതായിട്ട് കിടക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി വണ്ണം കൂടുതലുള്ള കൈയുള്ളവർ ഇങ്ങനത്തേത് എടുത്താൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒത്തിരി ബലം കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ബലം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിടാം. കാരണം ഞാൻ ഇട്ടിട്ടുള്ള ഇത് കണ്ടോ, എൻ്റെ കയ്യെ കിടക്കുന്ന ഇതുപോലത്തെ തന്നെ വള ഞാൻ ചുമ്മാ എടുത്തിട്ടാ. ഇത് അകത്തോട്ടടിപ്പിച്ചുണ്ടോ, ഇത്രയും മുറുക്കുക, ഇത്രയും അകത്താ. പക്ഷേ ഇത് ഞാനിതേ പറയുന്നുള്ളൂ, സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. അറിയത്തില്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവരോട് ചോദിച്ച് അവരെ കൊണ്ട് സഹായത്തോടു കൂടി ചെയ്യണം. ഇതൊക്കെ നിസ്സാരമാണ്, ഏത് കൊച്ചു കുഞ്ഞിനും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ അശ്രദ്ധ ചിലപ്പോൾ അതിൻ്റെ കല്ലുകൾ കളയാനോ അല്ലെങ്കിൽ അത് വളച്ച് കളയാനോ ഒടിച്ചു കളയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഇനി അതിൻ്റെ റൗണ്ട് വരുന്നത് ഭയങ്കര, ഈ വളകൾക്ക് ഭയങ്കര ഭംഗിയാണ്. കയ്യെ കിടന്നാൽ എന്നോടൊരു അതുകൊണ്ടാണ് ഞാൻ ഈ വള കൊണ്ടുവരാൻ തന്നെ കാരണം. എനിക്കിങ്ങനെ ഓർണമെൻറ്റ്സ് കാണിക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു ഓൺലൈനായിട്ട്. അപ്പം അത് കൊണ്ടുവരാൻ തന്നെ കാരണം എന്നോട് ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ടാണ് കൊണ്ടുവന്നത്. നല്ല കഷ്ടപ്പെട്ട് നമ്മളെ ബുദ്ധിമുട്ടിയാണ് ഇത് സാധനം നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്നത്. ഇത് മുമ്പേ കാണിച്ച വള തന്നെ. ഇതൊന്ന് കാണിച്ചതല്ലേ അല്ലേ? ഇവിടുത്തെ ഇതിൽ വ്യത്യാസമുള്ളതായിരിക്കും. മുമ്പേ കാണിച്ച തെന്നിക്കുന്ന വളയില്ലേ, അതാണ് ഇത്. തെന്നിക്കുന്ന വളയെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ. ഇത് മുമ്പേ കാണിച്ച വള. ഇതേക്കൂടെ ഇങ്ങനെ ഒരു സിൽവർ ഒരിത് പോകുന്നുണ്ട്, ഒരു ഡിസൈൻ പോകുന്നുണ്ട്. സിൽവറാണ്. നമുക്ക് കാഷ്വലായിട്ടും ഫോർമലായിട്ടും ഒക്കെ ഇടാം. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരെണ്ണം താഴേക്ക് അമർത്തുക, ഒരെണ്ണം മുകളിലേക്ക് വെക്കുക. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വലിച്ചു പറിക്കരുത്. ഒരെണ്ണം കൈ താഴേക്ക് അമർത്തുക, ഒരെണ്ണം മുകളിലേക്ക് വെക്കുക. ഇങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. കണ്ടോ, ഈ കൈ കൊണ്ട് താഴേക്ക് പ്രസ് ചെയ്യുക, ഈ കൈ കൊണ്ട് താഴെ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ മറ്റേ വശം ജോയിൻറ്റിൻ്റെ വശത്തായി പോകരുത്, പോയി പിടിച്ച് അമക്കുന്നത്. അത് ഉറപ്പാക്കിയാൽ മാത്രം മതി. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഡയറക്റ്റ് വന്ന് ഇതും അത് തന്നെ. അതിൻ്റെ വേറൊരു ഡിസൈൻ, കോപ്പർ അല്ലെങ്കിൽ റോസ് ഗോൾഡ്, ഇങ്ങനൊരു ഡിസൈൻ പോകുന്നു.
സെയിം ഐറ്റം. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ്. നമ്മൾ ഈ ഇട്ടിരിക്കുന്ന നമ്പരും പ്രൈസും ഒക്കെയാണ്. നമ്മൾ ഈ നമ്പർ നോക്കിയേ അയക്കുള്ളൂ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. ഇനി ഇപ്പോൾ കണ്ടതിൻ്റെ ഇപ്പോൾ ഇത് 3 ടൈപ്പിൽ കണ്ടു. ഒന്ന് സിൽവർ, ഒന്ന് കോപ്പർ, അതായത് റോസ് ഗോൾഡ്, ഇനിയുള്ളത് ഗോൾഡ്. കണ്ടോ, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ഇതെല്ലാം ഈ പറയുന്ന പോലെ ഹ്യൂജ് സ്റ്റോക്ക് ഒന്നും, ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് ഒരു സൈഡിൽ മാത്രം, ഒരു സൈഡിൽ ഡിസൈൻ ഇല്ല. അല്ല, ഇത് ഫുൾ ഡിസൈൻ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഗോൾഡ്, ഇതിനിങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, വീഡിയോയ്ക്കകത്ത് എത്രയോളം ക്ലാരിറ്റിയോടെ കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ ഈ ഷേപ്പുള്ള ഇങ്ങനെ പറ്റി ചേർന്ന് കിടക്കുന്ന ഈ വളകൾക്ക് ഒത്തിരി ഡിമാൻഡ് കൂടുതലാണ്, ഒത്തിരി ആൾക്കാർക്ക് വേണം. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും ഒത്തിരി ഞങ്ങൾക്ക് അതിനാണ് എൻക്വയറി കൂടുതലും. അതുകൊണ്ടാണ് ഈ ടൈപ്പ് വള കൂടുതൽ കൊണ്ടുവന്നേക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ അത് കയ്യെ കിടക്കുന്നതാണ്, അത്രമേൽ ഭംഗിയാണ്. നമ്മുടെ ഒരു വെറൈറ്റി ലുക്കാണ്, കാഷ്വലായിട്ട് ഫോർമലായിട്ട് ഇടുകയും ചെയ്യുക. ഇത് കോപ്പറാണ്, അതായത് റോസ് ഗോൾഡ് ഇടുന്ന പോലെയാണ്. എന്നിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം. കണ്ടോ, കയ്യെ കിടക്കുന്ന കാണാൻ നല്ല ഇവിടെ കൊണ്ട് ഇടണം കേട്ടോ, റിസ്റ്റലിന് ഇങ്ങോട്ട് കയറ്റി ഇടുന്നതല്ല, ഇത് ഇവിടേക്ക് ഇടുന്നത്. അത് ഞാൻ പിന്നെയും പറയാം. പലരും ഫോട്ടോ എടുത്ത് അയച്ചു തന്നപ്പോൾ ഇവിടെ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന വളയൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഇട്ടാൽ അതിൻ്റെ ഭംഗി കിട്ടത്തില്ല. അതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ എപ്പോഴും ഇവിടെ ഇടണം, റിസ്റ്റൽ ഇടണം. ഇനി ഒരു സെറ്റ് കമ്മലാണേ. ഇത് കണ്ടോ, ഇതിപ്പം നിങ്ങൾ ഈ എന്നെപ്പോലെ റിങ് കമ്മൽ ഇതെനിക്ക് കൊടുക്കണമെന്ന് തോന്നുക. ഇത് കൂട്ട ഒരു സെറ്റ് എനിക്ക് എന്നാണേലും വേണം. നിങ്ങളെടുത്ത കമ്മലുകൾ വളകൾക്ക് മാച്ചിങ് ആയിട്ടുള്ളത് ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്. അതുപോലെ തന്നെ 3 അതിൻ്റെ തന്നെ 2 സ്റ്റഡും. കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല, ഇത് ഉണ്ടോ. അതുപോലെ തന്നെ സ്റ്റഡായിട്ട് ഗോൾഡ്, സിൽവർ, കോപ്പർ അങ്ങനെ ഇടാൻ പറ്റുന്ന, ചുമ്മാ സ്റ്റഡ് ഇടാനല്ല, നമ്മളിപ്പോൾ കാഷ്വൽ ആയിട്ടൊക്കെ ഡ്രസ്സ് ഇടുമ്പോഴും ഡെയിലി ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഒരു മാറ്റത്തിന്. ഇത് റിംഗ് ആണേ, റിംഗ് കമ്മല, ഇങ്ങനെ പകുതി വന്നിട്ട് നിൽക്കുന്ന റിങ്. ഇതുണ്ടോ, ഇങ്ങനെ റിങ് ആയിട്ടിരിക്കും, നല്ല ഭംഗിയാണ്. നിങ്ങൾ റിങ് ഒന്ന് ഇട്ട് നോക്കിയാൽ മുഖത്തിന് എന്തൊരു വ്യത്യാസം വരുമെന്ന്. റിങ് കമ്മൽ ഒന്ന് ഇട്ട് നോക്കിയാൽ മുഖത്തിന് വേറൊരു, നമുക്കൊരു ഇച്ചിരി ഫ്രഷ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും. ശരിക്കും ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഫ്രഷ് ഫീൽ. നമ്മളിപ്പോൾ ഈ മൊട്ട് കമ്മൽ മാത്രമായിട്ട് ഇടുമ്പോൾ എന്തോ ഒരു ഒതുങ്ങിയ പോലെ ഒരു സംഭവം വരത്തില്ലേ. അതേസമയം ഞാത്തൊക്കെയുള്ള കമ്മൽ ഒരു മുഖത്തൊരു പ്രകാശം വന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നും റിങ് കമ്മൽ ഇടുമ്പോൾ. ഇത് ഇന്ന പ്രായത്തിലുള്ളവർക്ക് ഇടാവുള്ളൂ എന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇടാൻ സ്റ്റൈലിഷ്. നമ്മുടെ ലൈഫ് ഒന്നാണ്, നമുക്കത് സ്റ്റൈലായിട്ട് കൊണ്ടു നടക്കാൻ ഇതൊന്നും ലോകത്ത് നിരോധിക്കപ്പെട്ട കാര്യമല്ലോ. അടുത്ത വള ഇത് ഒന്നുമില്ല, സിമ്പിൾ. ദാ എനിക്കുണ്ട് ഈ വള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് സ്റ്റോൺ ഒന്നുമില്ല, നടുക്കിങ്ങനെ ഒരു സെൻറ്റർ സ്റ്റോണ്, ഇങ്ങനെ ഇരിക്കും വള. ഇതൊക്കെ എന്നാ സിമ്പിളായിട്ട് ഇടാൻ പറ്റും, നല്ല ഭംഗിയാണ്. നല്ല അതായത് സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ഇടാൻ, കാഷ്വൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാകുന്നല്ല, ഭയങ്കര ഇഷ്ടമാകും. ഇതുണ്ടല്ലോ, സാരിയോ ചുരിദാറോ ഇതൊക്കെ കാണിക്കാൻ എന്ത് എളുപ്പമുണ്ടെന്നറിയാം. ഈ സാധനം ഒന്ന് വീഡിയോ എടുക്കാൻ എത്രയോ ടൈം സ്പെൻഡ് ചെയ്താൽ ഇത് എടുക്കുന്നത് നല്ല പണിയാണ്. എന്നാൽ അതിനുള്ള പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സത്യമായിട്ട് ഞാൻ പറയാം കേട്ടോ, വേറെ കൊണ്ട് പറയുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് നമുക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും കട്ട് ചെയ്ത് അതുപോലെ ഇത് റെഡി ആക്കാനും ഭയങ്കര പാടാണ്. അതാണ് എനിക്ക് കാണിക്കാത്തത്, മടി. പക്ഷെ നല്ല രസമല്ലേ, ദൂരം ആൾക്കാരെ ചോദിക്കുന്നതെന്നറിയാം. ഇതേ വേറൊരു സൂപ്പർ കമ്മൽ കേട്ടോ, നല്ല രസം. റിങ് വന്നിട്ട് അതിൽ ഒരു ഹാങ്ങിങ്. നിങ്ങളെടുത്തേക്കുന്ന ഈ റോസ് ഗോൾഡിൻ്റെ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ആ വട്ടത്തിലുള്ള ഇതുണ്ട്. ഇങ്ങനത്തെ റോസ് ഗോൾഡിനൊക്കെ മാച്ചായിട്ട് പറ്റും. എന്നും കൊണ്ട് മാച്ചാക്കി തരാമോ എന്നൊന്നും ചോദിച്ചേക്കല്ലേ, അത് നടക്കില്ല. നിങ്ങൾ നമ്പർ അനുസരിച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇങ്ങനത്തെ എൻ്റെ സെറ്റായിട്ട് വേണമെങ്കിൽ ഇടാം. നിങ്ങൾ ഇത് കമ്മലായിട്ട് ഇട്ടിട്ട് ഇത് വളയായിട്ട് ഇടുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇത് ഒരു റിങ് പോലെ വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഹാങ്ങിങ്. ഇതുണ്ട് എൻ്റെ വളയിൽ ഈ ഒരു സാധനം ഇല്ലേ, ഈ ഒരു സാധനമാണ് ഇവിടെ ഹാങ്ങിങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഉണ്ടോ, അത് ഞാൻ എടുക്കണം. ഇത് 19 നമ്പരും അറിയാം ഞാനിരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ചുമ്മാ ഒരു സിമ്പിൾ മാല കേട്ടോ. ഇപ്പോൾ പേളുമാലയ്ക്കൊക്കെ അറിയാം, നിങ്ങൾക്കറിയാലോ, ഹൈദരാബാദ് പേള്, അങ്ങനത്തെ പേളുമാലയ്ക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റാണ് അല്ലേ, നല്ല റേറ്റാണ്. അങ്ങനത്തെ ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കാൻ പറ്റാത്തവർ വാങ്ങിക്കേണ്ട. അപ്പോൾ എന്നെ എടുക്കണം, നമ്മൾ സൂക്ഷിക്കാനൊക്കെ പോകണം. ഇതൊക്കെ സിമ്പിൾ, വെറുതെ 50 രൂപയുടെ മാല. പക്ഷേ
ഇത് ഇതുപോലത്തെ ആയിട്ട് പെയർ ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ ചില സാരികളൊക്കെ ഉടുക്കുമ്പോൾ വൈറ്റ് ബ്ലൗസും ഒക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു മാല അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഭംഗിയാണ്. ഇത് 50 രൂപയുടെ മാലയുള്ളതെന്ന് ആരും പറയത്തില്ല. എനിക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൊണ്ട് കാണിക്കുന്നു എന്ന് മാത്രം. നല്ല സിമ്പിളായിട്ട് കഴുത്തിനോട് ചേർന്ന് കിടക്കും. ഇങ്ങനത്തെ ഇപ്പം നമ്മൾ ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേന് ഇങ്ങനത്തെ ഒരു മാല ഇട്ട് നോക്കിക്കേ, നമ്മുടെ ലുക്ക് തന്നെ അപ്പിയറൻസ് തന്നെ വേറെ ഒന്നാവും, ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടും. പിന്നെ അടുത്തത് കാണിക്കാം. അടുത്തതും ഒരു കമ്മലാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ റോസ് ഗോൾഡാണ്. ഇങ്ങനെ വന്നിട്ട് ഇത് ബാക്കിൽ സ്റ്റഡായിട്ട് ഇങ്ങനെ കയറ്റിയിടുക. ഇടയ്ക്ക് ഇങ്ങനെ ഒരു റിങ്ങിൻ്റെ ഞാനൊരു റിങ് ഭ്രാന്തി ആയതുകൊണ്ടായിരിക്കാം ഞാൻ പർച്ചേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളിലും റിങ് ഉണ്ട്. ഇങ്ങനെ അകത്തൊരു മുത്ത്. ഇത് കണ്ടോ, ഇതിങ്ങനെ പുറകിൽ സ്റ്റഡ് പോലെ കയറ്റിയിടുക, ഇങ്ങനെ കയറ്റിയിടുക. ഇത് മറ്റേ തെറ്റിക്കുന്നതല്ലേ. ഇതടുത്തത് മുമ്പത്തെ പോലെ തന്നെ മേളിലേക്കും താഴേക്കും പ്രസ് ചെയ്ത് കയറ്റുന്ന ഒരു സാധനം. ഇങ്ങനൊരു വള, ഇത്തേ കൂടെ ഒരു വൈറ്റ് ഒരു ഡിസൈൻ പോയിട്ടുണ്ട്. എന്താ ഇത് ഞാൻ എൻ്റെ കയ്യിലിടാനും ഊരാനുള്ള എളുപ്പത്തിനാണ് പ്രസ് ചെയ്ത് കാണിക്കാത്തത്. ഇനി അടുത്തതുണ്ടല്ലോ ഒരു മാലയാണ്. ഒരു 3 ലെയർ 4 ലെയർ മാലയാണ്. സിമ്പിളാണ്. നിങ്ങൾ ഇൻഡിഗോ അല്ലെങ്കിൽ ലിനൻ അങ്ങനത്തെ വൈറ്റ് ഒക്കെ ഡ്രസ്സ്, ഇൻഡിഗോയും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ ഒരു മാല ഇടുക, നിങ്ങളുടെ ലുക്ക് തന്നെ മാറും. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് വേണേലും ഇടാം. ഇത് വലിയ വിലയൊന്നും ഇല്ലെന്ന് എൻ്റെ മനസ്സിലാക്കൽ, എനിക്കറിയത്തില്ല. വലിയ വിലയൊന്നും ഇല്ല. ഇത് മുത്താണ്. ഇങ്ങനെ കുഞ്ഞ് 4 ലെയറാണ്. നിങ്ങൾ ശരിക്കും ഇൻഡിഗോയും വൈറ്റും കൂടെ ബ്ലൗസും കൂടെ കൂട്ടിയിടുമ്പോൾ കറക്റ്റ് മാച്ചിങ് ആണ്. അത് ഓർത്ത് തന്നെ ഞാനിത് വാങ്ങിച്ചതും. വേറൊരു നമുക്ക് നല്ലൊരു ലുക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടും. അടുത്തത് ഇനിയിപ്പോൾ കാണിച്ച മാലയില്ലേ, അതിൻ്റെ തന്നെ നല്ല ഡാർക്ക് മെറൂൺ മാല. ഏത് ഡ്രസ്സ്, ഒത്തിരി ഡ്രസ്സുകൾക്ക് ചേരും. നമ്മളിപ്പോൾ മൊഡാളിൻ്റെ ഒരു ചുരിദാർ സെറ്റോ ഒരു സാരിയോ അങ്ങനെയൊക്കെയാണ് ഉടുക്കുന്നെങ്കിലും ഇത് സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ ഇത് കുട്ടുമാല. വെറും നല്ല ഡാർക്ക് മെറൂണാണ്. നല്ല ഭംഗിയാണ് കഴുത്തിലിട്ടാലും. എനിക്കൊന്നിട്ട് കാണിക്കണമെന്നൊക്കെ ഉണ്ട്. നല്ല ആവോ ഇല്ലയോ, എങ്ങനെയാവോ എന്തോ കഴുത്ത സ്വർണ്ണമാല കിടക്കും. ഇതുണ്ടോ ഇങ്ങനെ കഴുത്തെ പറ്റി, ഞാൻ കൊളുത്തിയിട്ടില്ല കേട്ടോ, ബാക്കിലേക്ക് കൊളുത്തിയിട്ടിട്ടില്ല. കൊളുത്തിയിടണം. ഇങ്ങനെ പറ്റി കിടക്കും. ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് കഴുത്തേൽ ഇങ്ങനെ നെക്ക് പറ്റി കിടക്കുന്നത് നല്ലൊരു ഭംഗിയാണല്ലോ, നല്ലൊരു രസമാണല്ലോ. സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഒരു കമ്മലും കൂടെ കാണിക്കാം കേട്ടോ. അത് ഒന്നല്ല രണ്ട് മോഡൽ കമ്മലും കൂടെ കാണിക്കാം. നല്ല രസമല്ലേ, ഇങ്ങനെ ഇരിക്കും. ഇപ്പം കണ്ടേക്കുന്ന ആ ബ്ലാക്ക് ഇതുപോലത്തെ സാധനം ഇല്ലേ, അത് മാലയിലും കമ്മലിലും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തേതിനുമായിട്ട് മാച്ച് ചെയ്യും, അല്ലാതെ മാച്ച് ചെയ്യും. ബ്ലാക്ക് ആയതുകൊണ്ട് എന്തിനും മാച്ച് ചെയ്യുന്ന ഒരു കമ്മൽ, ഒരു സിമ്പിൾ കമ്മൽ. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങളിത് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ, കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. ഇങ്ങനെ മുത്തും ഇതൊക്കെ പിടിപ്പിച്ച സാധനം നമ്മളങ്ങോട്ട് ചെന്ന് ഓടിച്ചെന്ന് ഇതടുത്തതാണ് വേറെണ്ണം. ഇത് ബാക്കിൽ ഇത് കണ്ടോ, സ്റ്റഡാണ്. നമ്പർ 26ാമത്തെ നമ്പറിലുള്ളതാണ്. ഇത് സ്റ്റഡാണ്. ഇങ്ങനൊരു സാധനം നല്ല രസം. മുഖത്ത് ചെറുതായിട്ട് ഒരു ഹാങ്ങിങ് ഉണ്ട് താനും. എന്നിട്ട് ഇത് കണ്ടോ, ഇത് മേളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്ന് ഒരു ചെറിയ സ്റ്റോണുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്മൽ, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുള്ളൂ, 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. അത് കേട്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാവുള്ളൂ. ഒന്ന്, നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ കയ്യിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഇടണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അവിടെ ഒക്കെ ഒടിഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ ഇത് കാണിച്ചില്ലല്ലോ, 28 കാണിക്കാൻ കിട്ടും. നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളിവിടെ, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇവിടുന്ന് 100% മേക്ക് ഷുവർ ചെയ്തിട്ട് തന്നെയാണ്. ഡ്രസ്സിന് പോലും ഇത്രയും എന്നാ പറയുന്ന ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടല്ല ഞങ്ങളിത് അയക്കുന്നത്. ഇതിന് അത്രയും ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണ്. കാരണം ഭയങ്കര പ്രോഫിറ്റ് കുറവായിട്ടും ഉള്ള സാധനമാണ്. അത്രയും മെനക്കെട്ട് എടുക്കുന്നുണ്ട്. ഇത് വേറൊരു മാല കേട്ടോ. കോപ്പറിൽ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ലോക്കറ്റ് വരും. ആ ലോക്കറ്റിൽ ഒരു ചെറിയ സ്റ്റോൺസ് ഉണ്ട്. സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ചെറിയ ചെയിനാണ്. നിങ്ങൾക്ക് ഈ ചെയിൻ വേണമെങ്കിൽ മാറ്റി വേറെ ചെയിന് ഇടാം. ഇതിൻ്റെ ലോക്കറ്റ് മാറ്റിയെടുത്ത് വേറെ ഇടാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് തോന്നുന്നു. അതോ ഇല്ലയോ അറിയത്തില്ല. അല്ല കേട്ടോ, അത് അതിൻ്റെ തന്നെയാണ്. ഇത് ഇങ്ങോട്ടും പോരും. അതിൻ്റെ കൂടെ കോർത്തെടുത്തിരിക്കും. എടുത്തിടാമെന്ന് തോന്നുന്നു. ഈ ചെയിനിൻ്റെ അത്രയും വണ്ണത്തിലുള്ള വേറെ ചെയിനുകൾ ഇടാം. അത്രേ പറ്റുള്ളൂ. ഇതിന് കുറച്ചും കൂടി ഇറക്കമുണ്ട്. ബാക്കിലേക്ക് ഇങ്ങനെ കുറച്ചും കൂടി ഇറക്കമുണ്ട്. അപ്പോൾ
അങ്ങനെ പറ്റുള്ളൂ, അങ്ങനെ നിങ്ങളിത് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒരു സംഭവങ്ങളും ഇതിനകത്തില്ല. നിങ്ങൾ ഇതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കണം. ഓപ്പണിംഗ് വീഡിയോ എടുത്തും നല്ല ക്ലിയർ ആയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെച്ചാൽ ക്ലിയർ ആയിട്ട് കണ്ടാൽ മാത്രമേ, അതായത് ഓപ്പണിംഗ് വീഡിയോ എന്ന് പറഞ്ഞൊരു സാധനം വന്നാൽ നമ്മൾ ഇനി ഇൻ കേസ് നമ്മൾ ഇത്രയും ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടും എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ, അത് നമുക്കതിൻ്റെ നാനാഭാഗങ്ങൾ കാണുന്ന ഓപ്പണിംഗ് വീഡിയോ കിട്ടിയാൽ മാത്രമേ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത് തരത്തുള്ളൂ. റീഫണ്ട് അല്ല, എക്സ്ചേഞ്ച് ചെയ്ത് തരത്തുള്ളൂ കേട്ടോ. അത് എൻഷുർ ചെയ്യണം. അപ്പം ഒത്തിരി ഭംഗി കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്കൊക്കെ കിട്ടട്ടെ. ഇനിയും കുറേ കളക്ഷൻസ് ഇരിപ്പുണ്ട്. അത് ഇപ്പം ഇത്രയും തന്നെ കാണിക്കണമെങ്കിൽ എന്തോരം കേട് എന്നെ സംബന്ധിച്ചു കേട്ടോ. ഭയങ്കര മെനക്കെട്ട പരിപാടിയാണെന്ന് തോന്നുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്